പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജെറമിയ 31:16. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട്. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം കുടുംബങ്ങൾ കണ്ണുനീരിന്റെ, വേദനയുടെ, പട്ടിണിയുടെ, തെറ്റിദ്ധാരണയുടെ, കുടുംബ കലഹത്തിന്റെ, സാമ്പത്തിക തകർച്ചയുടെ, മക്കൾ ദുർനടപ്പിൽ പോകുന്നതിനെ ഓർത്തുള്ള വേദനയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ ജീവിതത്തിൽ കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ നിമിഷങ്ങൾ കൃപയുടെ നിമിഷങ്ങളാക്കി മാറ്റണമേ. മനം നൊന്തിരിക്കുന്ന മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. എത്രയെത്ര പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥന ദൈവസന്നിധി എത്തുന്നില്ലല്ലോ എന്ന വേദനയുള്ള മക്കളെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരോ കാര്യങ്ങളിൽ തകർന്ന്, ഓരോരോ കാര്യങ്ങളിൽ മനം നൊന്ത് ഇപ്പോൾ അങ്ങയുടെ സന്നിധി ഇരുന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ, അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. കണ്ണുനീരിൽ കുതിർന്ന ഓരോ ജീവിതങ്ങളെ തുടരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിന്റെ ദുഃഖങ്ങളിലേക്ക് യേശുവേ കടന്നു വരണമേ. ഹൃദയത്തിന്റെ വേദനകളിലേക്ക് യേശുവേ കടന്നു വരണമേ. ആത്മാവിന്റെ ഗദ്ഗതങ്ങളിലേക്ക് യേശുവേ കടന്നു വരണമേ. ഈശോയെ, കുടുംബത്തിന്റെ എല്ലാ ദുഃഖപീഠകളിലേക്ക് കടന്നു വരണമേ. ഓരോ മനസ്സിലും തളം കെട്ടി കിടക്കുന്ന ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയയുടെ പുസ്തകത്തിൽ 31 അധ്യായത്തിൽ 16 വാക്യത്തിൽ പ്രവാചകനായ ജെറമിയയിലൂടെ ദൈവം ഒരു ദൂത് തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും കുടുംബങ്ങൾക്കും നൽകുകയാണ്. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളാണോ? കരഞ്ഞു കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണോ നിന്റെ കണ്ണുകൾ? എങ്കിൽ നിനക്ക് ആശ്വാസം തരുന്നവനായ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനായ ഒരു ദൈവം, നിനക്ക് ജീവന് ശ്വാസവും നൽകിയ ഒരു കർത്താവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3 അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ മനോഹരമായ ഒരു ദൃശ്യം ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട്. മോശ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ മരുഭൂമിയിൽ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതാ ഒരു വലിയ മുൾപടർപ്പിൽ അഗ്നിജ്വാലകൾ ആകാശത്തേക്ക് കത്തി ഉയരുന്ന ഒരു അത്ഭുത ദൃശ്യം ആ ചെറുപ്പക്കാരന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഉടനെ ആ ചെറുപ്പക്കാരൻ ആ മുൾപടർപ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആഹാ, ഈ ദൃശ്യം മനോഹരമായിരിക്കുന്നല്ലോ. അഗ്നി കത്തിജ്വലിക്കുന്നു, എന്നാൽ മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ലല്ലോ. മോശ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വേഗം അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ മുൾപടർപ്പിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി, മോശേ, മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ പാദരക്ഷകൾ നീ അഴിച്ചു മാറ്റുക. ഒരു വലിയ ദൈവിക ഇടപെടലുകൾ, ഒരു വലിയ ദൈവിക ഇന്റർവെൻഷൻ, ദൈവിക ഇടപെടൽ അവിടെ ആരംഭിക്കുകയായി. മോശപ്രവാചകൻ, മോശ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ അത്ഭുതം കൂറി നിൽക്കുമ്പോൾ വീണ്ടും മുൾപടർപ്പിൽ നിന്ന് അശരീരികൾ അവന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടു. ആ അശരീരികളിലൂടെ ദൈവത്തിന്റെ സ്വരമാണ് ആ ചെറുപ്പക്കാരൻ കേട്ടത്. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 3 അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത നിമിത്തം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. ഒരു ജനം മുഴുവൻ കരയുന്ന പശ്ചാത്തലത്തിലാണ് ആ മുൾപടർപ്പിൽ ദൈവം ഇറങ്ങിയത്. ഫറവോയുടെ കിരാതമായ ഭരണത്തിന് കീഴെ, ഫറവോയുടെ ക്രൂരമായ കരങ്ങളിൽ ഒരു വലിയ പറ്റം ജനം, ലക്ഷക്കണക്കിന് വരുന്ന ജനം, ഇസ്രായേൽ ജനം ചൂഷണം അനുഭവിക്കുകയാണ്, പീഡനം അനുഭവിക്കുകയാണ്, നിന്ദനം അനുഭവിക്കുകയാണ്.
തകർച്ച അനുഭവിക്കുകയാണ്. ഇനി അവരെ രക്ഷിക്കാതെ ഒരു രക്ഷകൻ അവർക്കില്ല. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു നാവ് ആ നാട്ടിലില്ല. ഈ മേലാളന്മാർ കൊടുക്കുന്ന ക്രൂരത ഏറ്റുവാങ്ങി അടിമത്തം അനുഭവിച്ച് നരകിക്കുന്ന ജനം അവരവിടെ ഇരുന്ന് കരഞ്ഞു. അവരുടെ ജീവിതം കണ്ണുനീരിന്റെ ജീവിതം, അവരുടെ ജീവിതം തകർച്ചയുടെ ജീവിതം, അവരുടെ ജീവിതം നിന്ദിക്കപ്പെടുന്ന ജീവിതം, വിലയില്ലാത്ത ജീവിതം, അടിമത്തത്തിന്റെ ജീവിതം, അവർക്ക് വേണ്ടി പൊരുതാൻ ആരുമില്ലാത്ത ജീവിതം. അങ്ങനെ ഈജിപ്തിൽ കടന്ന് നരകിക്കുന്ന ജനം അവർ കണ്ണുനീരിൽ കുതിർന്ന് എന്നും വിളിക്കും, യഹോവേ യഹോവേ. അവർ വിളിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിളിക്ക് ഉത്തരവുണ്ടായി. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം അവിടെ ഇറങ്ങി. കണ്ണുനീർ തുടയ്ക്കുന്ന ജീവിക്കുന്ന കർത്താവ് അവിടെ ഇറങ്ങി. ആ കർത്താവ് ഹോറബിലെ മുൾപടർപ്പിൽ നിന്ന് മോശയെ വിളിച്ചു, മോശേ മോശേ. മോശയോട് ദൈവം പറഞ്ഞു, ഇതാ ഈജിപ്തിൽ നിന്ന് എന്റെ ജനത്തിന്റെ രോദനം ഞാൻ കേട്ടു. അവരുടെ രോദനം, ഈജിപ്തിൽ അവരിൽ നിന്ന് ഉയർന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈ യാതന അറിയുന്ന ഒരു കർത്താവാണ് ബൈബിളിലെ ദൈവം. നാഹും പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ലിഖിതം, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണ്. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണ്. തന്നിലേക്ക് തിരിയുന്നവരെ അവിടുന്ന് അറിയുന്നു. The Lord is good. He protects his people in times of trouble. ദൈവം നല്ലവനാണ്. തന്നിലേക്ക് തിരിയുന്നവരെ അവിടുന്ന് അറിയുന്നു. He knows those who turn to him. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം കഷ്ടത അനുഭവിക്കുമ്പോൾ, തകർച്ച അനുഭവിക്കുമ്പോൾ, കണ്ണുനീരിൽ കുതിരുമ്പോൾ, അടിമത്തത്തിന്റെ പിടിയിൽ അമരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഇന്ന് കണ്ണുനീരിലാണോ ഇരിക്കുന്നത്? ഇന്ന് പരിത്യക്താവസ്ഥയിലാണോ ഇരിക്കുന്നത്? ഇന്ന് നിന്ദനത്തിലാണോ ഇരിക്കുന്നത്? ഇന്ന് അന്ധകാരത്തിലാണോ ഇരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നാൽ, നിന്റെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയർന്നാൽ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിന്റെ വിടുതലനായി പ്രവർത്തിക്കുന്നുവെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു സഹോദരന്റെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എറണാകുളത്തുനിന്ന് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അവർ തങ്ങളുടെ ദുഃഖം പങ്കുവച്ചപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്ക്, നീ പോയി യേശുവിനെ വിളിക്ക്. അവൾ കണ്ണുനീരോടെ കരഞ്ഞു, യേശുവിനെ വിളിച്ചു. ആ ദുഃഖത്തിൽ കർത്താവ് ഇറങ്ങി, കർത്താവ് വിടുവിച്ചു. ആ വ്യക്തിയുടെ അനുഭവം, ആ കുടുംബത്തിന്റെ അനുഭവം, ആ കണ്ണുനീരുന്ന വ്യക്തിയുടെ അനുഭവം ഒരു നിമിഷം ശ്രദ്ധിക്കുക. എന്റെ പേര് ശാരദാ വിനയൻ. ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു. ശാരദാ വിനയൻ എറണാകുളത്തുനിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 1-ാം വെള്ളിയാഴ്ച ആദ്യമായിട്ട് ഇവിടെ വരുന്ന. എനിക്ക് എന്റെ വീടിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ പലരും പറഞ്ഞു അട്ടപ്പാടി വന്ന്, എന്റെ ഗ്രൂപ്പിലുള്ളവരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഗ്രൂപ്പിലുള്ളവരും ഉണ്ടായിരുന്നു എന്റെ കൂട്ടത്തില്. അപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച തടസ്സം മാറും. 10 വർഷം എന്റെ വീട് വിൽപ്പനയ്ക്ക് ഞാൻ നടക്കണത്. 10 വർഷമായി ആ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അയൽവാസി ഞങ്ങളെ ഒത്തിരി ദ്രോഹിക്കും, കള്ളക്കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോന്നാണ് ഞങ്ങൾ എറണാകുളത്തായിരുന്നു നേരത്തെ താമസം. എന്നാലും അത് വിൽപ്പനയ്ക്ക് ഞങ്ങൾക്ക് തടസ്സം വരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്നു. ഞാൻ ആ കുർബാന മധ്യയിൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ അയൽവാസി എല്ലാം ഞാൻ ക്ഷമിച്ചു, അവനോട് കുടുംബത്തോടൊക്കെ ക്ഷമിച്ചു. അച്ഛനിവിടെ വിളിച്ചു പറഞ്ഞു, സ്ഥല വിൽപ്പനക്കാരെ ഉള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാനും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ. അപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു സ്ഥലത്തിന്റെ വിൽപ്പനയുടെ തടസ്സം മാറിയിട്ടുണ്ട്. അത് എനിക്കാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. എന്റെ അടുക്ക് ഇരുന്ന് എന്റെ സഹോദരി എന്നെ തോണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എനിക്ക് തന്നെയാൻ വേണ്ടി ഞാൻ തലകുലുക്കി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, എനിക്കാണ് അടുത്ത മാസം 1-ാം വെള്ളിയാഴ്ച ഞാൻ ഈ സാക്ഷ്യം പറയാൻ വരാം, എന്റെ വീട് വിൽപ്പന നടത്തി തന്നെ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാനിത് വന്ന് സാക്ഷ്യം പറയാം, അടുത്ത 1-ാം തീയതി തന്നെ ഞാൻ സാക്ഷ്യം പറയാം, എന്റെ വീട് അതിനുള്ളിൽ കച്ചവടം നടത്തി തന്നെ എന്ന് പറഞ്ഞു. ഭീമമായ വാടകയാണ് ഞങ്ങൾ എറണാകുളത്ത്. അപ്പൊ ഞങ്ങൾക്ക് എത്രയും വേഗം അത് വിറ്റാലേ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തം വീട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. വിശ്വസിച്ച് ഞാനിവിടെ എഴുതിയിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് എല്ലാവർക്കും, എന്റെ ശത്രു എന്നെ തടസ്സപ്പെടുത്തുന്നവർക്ക് വേണ്ടി ഞാൻ കുർബാനയിൽ സമർപ്പിച്ചു. എന്റെ ഭർത്താവും ഞാനും ഉണ്ടായിരുന്നു, എന്റെ പ്രയർ ഗ്രൂപ്പിലുള്ളവരും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെയാണ് വീട്, എന്റെ വീട് വിൽപ്പനയ്ക്കാണ് ഞാൻ ഇവിടെ വന്നതെന്നും പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച എന്റെ വീട് വിൽപ്പനയ്ക്ക് ആള് വന്നു.
ഇതിനു മുമ്പ് 3 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഇത് കരാർ എഴുതിയിട്ട് ഈ അയൽവാസി ഞങ്ങളെ കൊണ്ട് ഇത് വിൽപ്പിക്കൂല, തടസ്സപ്പെടുത്തുവാണ്. ഇപ്രാവശ്യം ഒത്തിരി പേര് വന്നിട്ട് ഇത് കൂടുതൽ 13-14 ലക്ഷമൊക്കെ പറഞ്ഞിട്ട് വന്ന് തടസ്സപ്പെടുത്തി. പക്ഷെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങൾക്ക് 12.5 ലക്ഷത്തിന് ഞങ്ങളത് ഉറച്ചു എഗ്രിമെന്റ് എഴുതി. കഴിഞ്ഞതിന് മുമ്പത്തെ തിങ്കളാഴ്ച എഗ്രിമെന്റ് എഴുതി. ഞാനതിന് നന്ദി പറയാൻ വന്നാണ് യേശുക്ക്. ആയിരം സഹോദരങ്ങളെ, തിന്മയ്ക്ക് വിധേയനായവരുടെ പ്രാർത്ഥന കർത്താവ് പെട്ടെന്ന് കേൾക്കും. 10 വർഷമായി പീഡ അനുഭവിച്ചിരിക്കുകയായിരുന്നു. ഒരു വ്യക്തിയുടെ മനഃപൂർവ്വമായ ഉപദ്രവം സഹിച്ച് 10 വർഷം ആ വസ്തു വിൽക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വന്നിട്ട് പറഞ്ഞു, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണം, എനിക്ക് ആ സ്ഥലം വിൽക്കണം. ആ പ്രാർത്ഥന ദൈവം കേട്ട് പിറ്റേ ആദ്യ വെള്ളിയാഴ്ച മുമ്പ് തന്നെ ദൈവം അത് ഇടപാടാക്കി കൊടുത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൽ 14-ാമത്തെ തിരുലിഖിതം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഇഫ് യു ആസ്ക് മീ ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. യേശു ക്രിസ്തുവിന്റെ വ്യക്തമായ വാഗ്ദാനമാണ്. കണ്ണുനീരിലിരിക്കുന്ന ഒരു കുടുംബം, കണ്ണുനീരിലിരിക്കുന്ന ഒരു വ്യക്തി, കണ്ണുനീരിൽ വേദനിക്കുന്ന ഒരു യുവാവ്, ഒരു യുവതി, ഒരു കുഞ്ഞ് ആ വേദനയുടെ നടുവിലിരുന്ന് ദൈവമേ എന്ന് വിളിച്ച് ഹൃദയത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ ആ വേദന നിവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്റെ പേര് ഐപ്പച്ചൻ, വീട്ടുപേര് പകലോമറ്റം, തൊഴുത്തുങ്കൽ, കുറവലങ്ങാട്, ജയഗിരി. എന്റെ മകന്റെ 2 കാലിലുണ്ടായിരുന്ന ത്വക്ക് രോഗം, സോറിയാസിസ് മൂലം അവനും മാതാപിതാക്കളെ ഞങ്ങളും വളരെയധികം മനോവേദന അനുഭവിക്കുകയായിരുന്നു. രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. ഒരു കുറവും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയവും വേദന കൊണ്ട് നിറഞ്ഞു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തകർന്നിരിക്കുമ്പോൾ, രോഗത്തിന് ഒരു കുറവില്ലാതെ വേദനിക്കുമ്പോൾ ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങി. അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി. യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് പറഞ്ഞാൽ എന്റെ യേശു ഇടപെടുമെന്നൊരു ബോധ്യം കിട്ടി. അങ്ങനെ മകന്റെ ത്വക്ക് രോഗം മാറാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഇരുന്ന് കരഞ്ഞ്, യേശുവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്റെ മകന്റെ ത്വക്ക് രോഗം സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങള് എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാറിക്കിട്ടിയാൽ കത്തിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഞങ്ങളുടെ മകന്റെ സോറിയാസിസ് എന്ന ത്വക്ക് രോഗം പൂർണ്ണമായി മാറി. ഇപ്പോൾ ഒരു കേടുമില്ലാതെ അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഐപ്പച്ചൻ പകലോമറ്റം കുറവലങ്ങാടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം തന്നെ യേശു പ്രവർത്തിച്ചു. ഇഫ് യു ആസ്ക് മീ ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യും. യേശുവിന്റെ വാഗ്ദത്തമാണ്. യേശു അതുപോലെ തന്നെ ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സോ ഐ ടെൽ യു, whatever you ask for in prayer, believe that and it will be yours. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അവ ഏറ്റെടുക്കും. Leave your troubles with the Lord and he will defend, he will take care of you. നിന്റെ ഭാരം അവൻ ഏറ്റെടുക്കും. അവൻ നിന്നെ ശ്രദ്ധിക്കും. അവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കും. അവൻ നിന്റെ യാതന അറിയുന്നു. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അവിടുന്ന് അവ ഏറ്റെടുക്കും. ഈജിപ്തിൽ ജനം ദുരിതത്തിലിരുന്നു. ആ യാതന കർത്താവ് കണ്ടു. കർത്താവ് ഇടപെട്ടു. കർത്താവ് പറഞ്ഞു, ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടുന്ന് ക്ഷേമകരവും വിസ്തൃതവുമായ തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്ഷേമകരവും വിസ്തൃതവുമായ ഒരു ദേശത്തേക്ക് നയിക്കാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ജെറമ്യാ
16 കർത്താവ് പറഞ്ഞു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ ഈ യാതനകൾക്ക് പ്രതിഫലമുണ്ട്. കരയുന്ന ഒരു പൈതലിനുള്ള പ്രതിഫലം എന്ത്? വേദനിക്കുന്ന ഒരു ദൈവ പൈതലിനുള്ള പ്രതിഫലം എന്ത്? കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് എന്ത് പ്രതിഫലമാണ് നമുക്ക് നൽകുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ കാണുന്നത് എങ്ങനെയാണ്? അവരെ പീഡനത്തിന്റെ കൈകളിൽ നിന്ന് വിടുവിച്ച് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഞെരുക്കത്തിലാണോ? ഇപ്പോൾ നിങ്ങൾ ഇടുങ്ങിയ അവസ്ഥയിലാണോ? ഇപ്പോൾ നിങ്ങൾ തകർന്ന അവസ്ഥയിലാണോ? അവിടെ ഇരുന്ന് കരഞ്ഞ് യേശുവിനെ വിളിച്ചാൽ കണ്ണുനീർ തുടയ്ക്കുന്നവനായ അവിടുന്ന് വന്ന് ക്ഷേമകരവും വിസ്തൃതവുമായ ഒരു പുതിയ ഭാവിയിലേക്ക് അവിടുന്ന് നിങ്ങളെ നയിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരുപാട് കാലങ്ങളായി മനസ്സിടിഞ്ഞ് ഹൃദയം തകർന്ന് മനസ്സൊന്നും വേദന കൊണ്ട് നിറഞ്ഞ് കണ്ണുനീരിൽ കുതിർന്ന് അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ അവിടുന്ന് കാണണമേ. ആത്മാവിന്റെ നൊമ്പരങ്ങൾ, ഹൃദയത്തിന്റെ ഗദ്ഗതങ്ങൾ, മനസ്സിന്റെ വേദനകൾ യേശുവേ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പാരമ്പര്യമായി തലമുറയായി പീഡനത്തിലിരിക്കുന്ന വംശങ്ങൾ, കാലങ്ങളായി ഞെരുക്കത്തിരിക്കുന്ന കുടുംബങ്ങൾ, ഒരുപാട് വേദനയോടെ അങ്ങേ വിളിക്കുന്ന വംശങ്ങൾ, സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് കാണണമേ. ഈ നിലവിളിയുടെ സമയത്ത് യേശുവേ അത്ഭുതങ്ങളുടെ കർത്താവായി ഇറങ്ങി വരണമേ. ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് തന്റെ ജനത്തെ വിടുവിച്ച് നയിക്കുന്നവനായ അവിടുന്ന് ഇന്നും ജീവിക്കുന്ന കർത്താവെന്ന് സകല ജനങ്ങളും അറിയേണ്ടതിന് ഇപ്പോൾ ഈ ദൈവമക്കളുടെ കണ്ണുനീരിലേക്ക് അത്ഭുത ഇടപെടൽ യേശുവേ അവിടുന്ന് നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തുവിന്റെ അത്ഭുത സാന്നിധ്യം, ഓ യേശു ക്രിസ്തുവിന്റെ അത്ഭുത ശക്തി, ഓ യേശു ക്രിസ്തുവിന്റെ അത്ഭുത ഇടപെടൽ കർത്താവെ ഇപ്പോൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് സംഭവിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് സംഭവിക്കട്ടെ, വ്യക്തി ജീവിതങ്ങളിലേക്ക് സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കുകയില്ല എന്ന പിശാചിന്റെ വചനം ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലെ നിരാശ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്ക് രക്ഷയില്ല എന്ന ചിന്ത യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ആത്മഹത്യ നിന്ന് വിട്ടുപോട്ടെ. എന്റെ യേശുവിൽ എനിക്ക് പുതിയ വഴിയുണ്ട്. എന്റെ യേശു എനിക്ക് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതായ ഒരു പുതിയ ഭാവിയെ ഒരുക്കുന്നു. എന്റെ യേശു കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. എന്റെ യേശു യാതന അറിയുന്നവനാണ്. ഇന്ന് ഞാനിവിടെ ഇരുന്ന് കരഞ്ഞാൽ എന്റെ യേശു എനിക്ക് വേണ്ടി ഇന്ന് ലോകത്ത് ഇടപെട്ട് എനിക്ക് വേണ്ടി ഒരു പുതിയ രാജ്യം, എനിക്ക് വേണ്ടി ഒരു പുതിയ മേഖല, എനിക്ക് വേണ്ടി ഒരു പുതിയ ഭാവി ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഓ യേശുവേ ഇപ്പോൾ ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ജനം കരഞ്ഞപ്പോൾ ഹോറബ് മുൾപ്പടർപ്പ് ഇറങ്ങിയ ദൈവം മോശയോട് ചേർന്ന് മോശയെ സഹപ്രവർത്തനം വിളിച്ച് ജനത്തിന് വേണ്ടി പുതിയ ഭാവിയെ ഒരുക്കിയതുപോലെ ഇന്ന് ഞാൻ ഇവിടുന്ന് കരയുമ്പോൾ ലോകത്തിൽ എവിടെയെങ്കിലും എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരു പുതിയ ഭാവി, ക്ഷേമകരവും വിസ്തൃതവുമായ ഒരു ദേശം, ഒരു പുതിയ വാതിൽ എനിക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഒരു പുതിയ പാത എനിക്ക് വേണ്ടി വെട്ടുന്നുണ്ട്. ഒരു പുതിയ ഭാവി എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് എല്ലാ ഹൃദയങ്ങളുടെ മേലും ഇപ്പോൾ നൽകണമേ. ആത്മഹത്യ ചിന്തകൾ വിട്ടുപോകട്ടെ, നിരാശ ചിന്തകൾ വിട്ടുപോകട്ടെ, മനംമടുപ്പ് മാറട്ടെ, മനസ്സിന്റെ തളർച്ച മാറട്ടെ, കുടുംബപരമായ തളർച്ചകൾ മാറട്ടെ, ഇനിയൊന്നും രക്ഷയില്ലാത്ത ചിന്ത മാറിപ്പോകട്ടെ, എല്ലാ തളർന്ന ചിന്തകളും വിട്ടുപോകട്ടെ, സന്ധിബന്ധങ്ങൾ പുതുശക്തി പ്രാപിക്കട്ടെ, തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും ഇപ്പോൾ ഫലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ അഭിഷേകത്താൽ ഹൃദയങ്ങൾ ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി.
നല്ലി ഈശോ. കഷ്ടതയിലിരിക്കുന്നവരുടെ അഭയദുർഗമായ യേശു കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി ഈ നിമിഷങ്ങളിൽ അനേകം കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എല്ലാ ദൈവമക്കളും കരങ്ങൾ രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുടുംബത്തിലെ എല്ലാ വേദനകളും യാതനകളും കർത്താവിലേക്ക് കോരിച്ചൊരിയുക. നിന്റെ ഹൃദയം ഒരു ജലധാര പോലെ കർത്താവിന്റെ മുമ്പിൽ ചൊരിയുക. അവിടുന്ന് നമ്മെ അറിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 115 അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ അവിടത്തേക്ക് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഓരോരുത്തരും അവരവരുടെ ഹൃദയവ്യഥകൾ പറഞ്ഞ് ഇപ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ മാറാരോഗത്തോടുകൂടെ വേദന അനുഭവിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തിയെ വർഷിക്കണമേ. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന അങ്ങയുടെ ശക്തി ഇപ്പോൾ നിർജീവമായ കോശങ്ങളിലേക്കും ജീവൻ നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളിലേക്കും പ്രവഹിക്കട്ടെ കർത്താവേ. തളർവാദ രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കാത് കേൾക്കാൻ പറ്റാത്തവരുടെ കാതുകൾക്ക് ഇപ്പോൾ കേൾവിശക്തി ലഭിക്കട്ടെ. കണ്ണ് കാണാൻ പറ്റാത്തവരുടെ കണ്ണുകൾക്ക് ഇപ്പോൾ കാഴ്ചശക്തി ലഭിക്കട്ടെ. ഹൃദയം മുരടിച്ചു പോയ ഹൃദയങ്ങൾ ഇപ്പോൾ ഉണർന്ന് പുതിയ ഹൃദയമായി മാംസള ഹൃദയമായി മാറട്ടെ. ദൈവാരാധന നഷ്ടപ്പെട്ട മക്കൾക്ക് ദൈവാരാധനയുടെ കൃപ ലഭിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വിശ്വാസം ലഭിക്കട്ടെ. കർത്താവെ, അനുസരണക്കേടും മല്ലടിക്കുന്ന പ്രകൃതങ്ങളും എതിർ ചിന്തകളുള്ള മക്കളിലേക്ക് ഇപ്പോൾ അത്ഭുത കൃപ നിറയട്ടെ. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തി നിറഞ്ഞ് അവർക്ക് പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കട്ടെ. അവർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുന്ന പുതിയ ഭാവിയെ കാണാൻ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവജനത്തെ നയിച്ച അവിടുന്ന് ഇന്നും തന്റെ ജനത്തെ നയിക്കുന്നെന്ന് അറിയാൻ തക്കവണ്ണം ഇപ്പോൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, വിധവകളുടെ കണ്ണുനീർ അവിടുന്ന് കാണണമേ. ഇപ്പോൾ വിധവകളുടെ എല്ലാ ദുഃഖങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവെ. അനാഥ ബാല്യത്തിലേക്ക് കടന്നു വരണമേ. എല്ലാ അനാഥ കുഞ്ഞുങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവെ. ആരുമില്ലെന്നുള്ള വേദനയോടുകൂടി ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കരയുന്ന മക്കളെ തുറന്നമേന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥാലയങ്ങളിലുള്ള ഓരോ കുഞ്ഞിനെ ഈശോയെ അങ്ങയുടെ തിരുക്കരങ്ങൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണമേ. അവരെ ഓരോരുത്തരും തങ്കക്കുടങ്ങളാക്കി മാറ്റണമേ കർത്താവെ. ഭാവി ജീവിതം നഷ്ടപ്പെട്ട് വഞ്ചിക്കപ്പെട്ടതിന്റെയും തകർക്കപ്പെട്ടതിന്റെയും ഉപേക്ഷിക്കപ്പെട്ടതിന്റെയും വേദന അനുഭവിക്കുന്ന സകല ജീവിതങ്ങളുമേലും കടന്നു വരണമേ. പരിത്യക്താവസ്ഥയുടെ വേദനയിലേക്ക് വന്ന് ഈശോയെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിൽ ആരുമില്ലാതെ ഭാവി ഇരുളടഞ്ഞു പോയ ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഈശോയെ ഇടപെടണമേ. അങ്ങ് ഇരുളടഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് പുതിയ ഭാവി, പ്രത്യാശഭരിതമായ പുതിയ ഭാവി നൽകിയതുപോലെ ഇരുളടഞ്ഞ എല്ലാ ജീവിതങ്ങളുടെ മേലും അങ്ങ് അത്ഭുത ശക്തി വ്യാപരിച്ച് ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് പുതിയ ഭാവി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങിയെന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം എൻ്റെ പേര് ബേബി, ഉലിപ്പാറ ഇടവയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 14 വർഷമായിട്ട് എനിക്ക് തണുപ്പടിക്കാൻ മേല, തണുത്ത വെള്ളത്തിൽ കുടിക്കാൻ മേല, പൊടിയടിച്ച ജലദോഷം ഉണ്ടാകാറുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോൾ വളരെയധികം ഭയപ്പാടിലാണ് വന്നത്. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും പച്ചവെള്ളത്തിൽ കുളിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പച്ചവെള്ളത്തിലല്ല, വീട്ടിൽ എന്നും വേനൽക്കാലത്ത് പോലും ചൂടുവെള്ളമാണ് തലയിൽ ഒഴിക്കാറ് പതിവ്. എനിക്ക് ജലദോഷം ശരിക്കും വിട്ടുമാറി. 14 വർഷമായുള്ള രോഗപീഠയാണ്. ഇവിടെ വന്ന് യേശുവേ എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ദാസന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സന്തോഷത്തോടെ കൈയടിച്ച് ഈശോയെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ ഇതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ ഇതാന്നിട്ടില്ല ലോകത്തിൽ ഈ